മക്കളെ 25ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 25ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് പരിശോധിച്ച് നോക്ക്. ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രലിലെ ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് ദ ഏരിയ ഓഫ് ദ റീജിയൻ സെറ്റ് ഓർഡേർഡ് ബൈ xy such that 0 less than or equal to x less than or equal to 3, 0 less than or equal to y less than or equal to minimum of x square plus 2 with 2x plus 2 be a. ഇതിന്റെ ഏരിയയെ കുറിച്ച് പറയുന്നുണ്ട്. അതാരാണ് എ? എ അല്ല കാണേണ്ടത് ആരാണ്? 12a ആണ് കാണേണ്ടത്, അല്ലേ? 12a ആണ് കാണേണ്ടത്. മിനിമം അല്ലേ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തത് ഞാൻ y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2 എന്നെടുക്കുന്നു. അടുത്തത് y ഈസ് ഈക്വൽ ടു എന്തും എടുക്കുന്നത്? 2x പ്ലസ് 2 എന്നെടുക്കുന്നു, അല്ലേ? എന്ന് പറയുമ്പം എക്സ് സ്ക്വയർ പ്ലസ് 2 ഈസ് ഈക്വൽ ടു 2x പ്ലസ് 2 ആണ്. ഇതിൽ നിന്ന് എക്സ് സ്ക്വയർ മൈനസ് 2x ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതായത് എക്സിന് 0 എന്നും കിട്ടും, എക്സിന് 2 എന്നും കിട്ടും. എക്സ് 0 ആണെങ്കിൽ നോക്കണേ, എക്സ് 0 ആണെങ്കിൽ y 2 കിട്ടും. അതേപോലെ എക്സ് 0 ആണെങ്കിലാണ് എക്സ് 2 ആണെങ്കിൽ y എന്താ കിട്ടുന്നത്? 6 കിട്ടും. y എന്ത് കിട്ടും? 6. ഞാനൊരു റഫ് ഫിഗർ വരക്കാൻ പോകുന്നു, അല്ലേ? റഫ് ഫിഗർ വരച്ചു കഴിഞ്ഞാൽ കാൽക്കുലേഷൻ എളുപ്പമല്ലേ? റഫ് ഫിഗർ വരക്കുന്നത്. ഇനി നോക്കണേ, ഒന്ന് പറഞ്ഞിരിക്കുന്നത് y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2 ആണ്. അപ്പോട് പരാബോളയാണ്. എന്താണ്? അപ്പോട് പരാബോളയാണ്. ഞാൻ ആദ്യം അത് വരക്കുന്നു. 2 എന്ന പോയിന്റിലൂടെയാണ് കട്ട് ചെയ്ത് പാസ് ചെയ്യേണ്ടത്. അപ്പോട് പരാബോള. ഇനിയോ അടുത്തത് എന്താണ് പറയുന്നത്? രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് 0 2 ആണ്. അതേപോലെ അടുത്തതാരാണ്? 2 6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വരക്കാം? ഏകദേശം y ഈക്വൽ ടു ഏതിൻ്റെത്? 2x പ്ലസ് 2ൻ്റെ കർവ് വരക്കാലോ. y ഈക്വൽ ടു 2x പ്ലസ് 2ൻ്റെ കർവ് ഞാൻ വരക്കാൻ പോകുന്നു. ഇതാ y ഈക്വൽ ടു 2x പ്ലസ് 2ൻ്റെ കർവ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റ് എന്താണെന്നറിയാം? 0 2 ആണെന്നറിയാം. ഈ ഒരു പോയിന്റ് 2 6 ആണെന്നും നിങ്ങൾക്കറിയാം. ഏതാണെന്നറിയാം? 2 6 ആണെന്നും അറിയാം, അല്ലേ? പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. ഇതിൽ നിന്ന് താഴേക്ക് പെർപെൻഡിക്കുലർ വരക്കുമ്പോൾ ഈ പോയിന്റ് 2 അല്ലേ? 2 പോരാലോ. ഏതിലേക്ക് പാസ് ചെയ്യണം? 3യിലേക്ക് പാസ് ചെയ്യണമല്ലോ, അല്ലേ? 3യിലേക്ക് പാസ് ചെയ്യണമല്ലോ. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടല്ലേ നമുക്ക് കാണേണ്ടത്? നോക്കണേ, ഞാനത് ഏതിലേക്ക് വരക്കുന്നത്? 3യിലേക്കും കൂടിയും വരക്കുന്നത്. ഏതാ കാണേണ്ടത്? മിനിമം ആണ് കാണേണ്ടത്. 3 എന്ന പോയിന്റിലേക്ക് പെർപെൻഡിക്കുലർ വരക്കുമ്പോൾ ഇത് 3 കിട്ടി. അപ്പൊ x 3 ആണെങ്കിൽ നോക്കണേ, x 3 ആണെങ്കിൽ y എത്രയാ? 2 × 3 6 + 2 എന്ന് പറയുമ്പോൾ ഇത് 3 8 ആണ് കിട്ടുക. അപ്പോൾ നമ്മളിതിൽ ഷെയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണേണ്ടത് മിനിമത്തെക്കുറിച്ച് പറയുമ്പോൾ കാണേണ്ടത് ഈ ഒരു പോർഷനാണ്. അതായത് ഈ ഒരു പോർഷൻ, ഞാൻ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു പോർഷൻ്റെ ഏരിയയാണ് കണ്ടെത്താൻ പറഞ്ഞത്, അല്ലേ? ഈ ഒരു പോർഷൻ്റെ ഏരിയയാണ് കണ്ടെത്താൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏരിയ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏരിയ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ആദ്യം 0 to 2 വരെ. 0 to 2 വരെ അല്ല ആദ്യം പറയുന്നത്. 0 to 2 വരെ പരാബോള എന്ന പരാബോളയാണ് കർവായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു dx പ്ലസ് അടുത്തത് 2 to 3 ആണ്. 2 to 3യിൽ ഏതാ വന്നിരിക്കുന്നത്? 2 to 3യിൽ കർവ് ഏതാ വന്നിരിക്കുന്നത്? നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ആണ് വന്നിരിക്കുന്നത്. ആ ലൈൻ എന്ന് പറയുന്നത് എന്താണ്? 2x പ്ലസ് 2 ആണ്. അപ്പോൾ 2x പ്ലസ് 2 ഇൻറ്റു dx എന്ന് പറയും. എന്നെ പറഞ്ഞൂടെ? 2x പ്ലസ് 2 ഇൻറ്റു dx എന്ന് പറയാം. ഇനി ഇതിനെ മാത്രം നോക്കണേ, ഞാൻ ഇതിനെ മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. കാരണം രണ്ടാമത്തെ പാർട്ടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ രണ്ടാമത്തെ 2 to 3 എന്ന പാർട്ട് ഇതൊരു ട്രിപ്പിസിയാണ്. അതുകൊണ്ട് ട്രിപ്പിസിയത്തിൻ്റെ ഏരിയ കാണാൻ നമുക്ക് അറിയാവുന്നതാണ്. ഇത് ട്രിപ്പിസി ആയതുകൊണ്ട് നോക്കണേ, ഇവിടം മുതൽ ഇവിടം വരെയുള്ള ലെങ്ത് 6 ആണ്. ഇതെത്രയാണ്? 8 ആണ്, അല്ലേ? രണ്ടിൻ്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആണ്. സോ ഇതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഞാൻ താഴെ നിന്ന് ½ ഇൻറ്റു, അല്ലേ, 1 ഇൻറ്റു, അല്ലേ, ഓപ്പോസിറ്റ് സൈഡിൻ്റെ സം എന്ന് പറയുമ്പോൾ 6 + 8 എന്ന് കിട്ടും. 6 + 8 14 14/2 എന്ന് പറയുമ്പം 7. ഇതിൻ്റെ ഏരിയ 7 ആണ്.
ട്രപ്പീസിയത്തിന്റെ ഏരിയ കാണാൻ നമ്മൾ പഠിച്ചല്ലേ. സോ ശരിക്കും ഇത് നമുക്ക് കാണേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഏരിയ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് 7 എന്ന് കിട്ടുന്നുണ്ട്. ഇനി ഈ ഏരിയ മാത്രം ഇതിന്റെ പാർട്ടിന്റെ ഏരിയ മാത്രം കണ്ടാൽ മതി. x² ആണ്, ഇന്റഗ്രേറ്റ് ചെയ്താൽ x³/3, അടുത്ത 2 ആണ്, 2x എന്ന് കിട്ടും ബിറ്റ്വീൻ 0 to 2 അല്ലേ. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പം 8/3 + 4 എന്ന് കിട്ടും. 8/3 + 4 എന്ന് പറഞ്ഞാൽ 20/3 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 0 to 2 വരെയുള്ള പാർട്ടിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയാണെന്ന് കിട്ടി? 20/3 എന്ന് കിട്ടി. പിന്നെയോ ആ ട്രപ്പീസിയത്തിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 7 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ 3 7 21 41/3 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് ഏരിയ എ എന്ന് പറയുന്നത്. പക്ഷേ കാണാൻ ചോദിച്ചത് 12A ആണ്. ദാറ്റ് മീൻസ് 12 ഇൻറ്റു 41/3 എന്ന് കിട്ടും. 12/3 4 ആണ്, 4 × 4 എന്ന് പറയുമ്പം എത്ര കിട്ടും? 164 എന്ന് ആൻസർ കിട്ടും. സോ ഇതിന്റെ ആൻസർ എത്രയാണ്? 164 ആണ്. പലപ്പോഴും ഏരിയ കാണുമ്പോൾ ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഏരിയ കാണാൻ പറ്റും, അത് കണ്ടുപിടിച്ചോളാം. വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ ക്ലിയർ ആയല്ലോ ഈ 25ാമത്തെ ക്വസ്റ്റ്യനും.